ബലാത്സംഗ കേസിൽ പ്രതിയായ നടൻ സിദ്ദിഖിനെ തിങ്കളാഴ്ച ചോദ്യം ചെയ്യും. ഹാജരാകണമെന്നാവശ്യപ്പെട്ട അന്വേഷണ സംഘം സിദ്ദിഖിന് നോട്ടീസ് നൽകിയിട്ടുണ്ട്. തിരുവനന്തപുരത്താണ് ചോദ്യം ചെയ്യലിനെത്തുമെന്ന് നിർദ്ദേശിച്ചിരിക്കുന്നത്. അഞ്ജലി ശ്രീജിത്ത് രാജ് ചേരുന്നു. അഞ്ജലി, എന്താണ് വിശദാംശങ്ങൾ? വിനീത, നടൻ സിദ്ദിഖിനെ ബലാത്സംഗ കേസിൽ ചോദ്യം ചെയ്യാനായിട്ട് തിരുവനന്തപുരത്തിൽ എത്തണമെന്നാണ് അന്വേഷണ സംഘം നോട്ടീസ് അയച്ചത്. എന്നാൽ ചോദ്യം ചെയ്യലിനല്ല, വിവരശേഖരണത്തിനാണെന്ന് നോട്ടീസിലുണ്ടെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. കൂടാതെ സിദ്ദിഖ് നേരത്തെ ഇത്തരത്തിൽ ചോദ്യം ചെയ്യാൻ എത്താൻ സന്നദ്ധത അറിയിച്ചുകൊണ്ട് ഈ അന്വേഷണ സംഘത്തിന് ഒരു ഇമെയിൽ അയച്ചിരുന്നു. ഇതിൻ്റെ ഭാഗമായിട്ട് മറുപടി എന്ന വണ്ണമാണ് ഇത്തരമൊരു മറുപടി ഇപ്പോൾ അന്വേഷണ സംഘം സിദ്ദിഖിനെ അറിയിച്ചിരിക്കുന്നത്. ബലാത്സംഗ കേസിൽ ഈ നടിയെ ഒരു ഹോട്ടലിൽ വിളിച്ചു കൊണ്ടുപോയി അവസരം നൽകാമെന്ന് വാഗ്ദാനം നൽകി ബലാത്സംഗം ചെയ്തു എന്നായിരുന്നു സിദ്ദിഖിൻ്റെ കേസ് ഉണ്ടായിരുന്നത്. കൂടാതെ സിദ്ദിഖിന് ഇടക്കാല ജാമ്യം അനുവദിച്ച് ഇത്ര ദിവസമായിട്ടും ചോദ്യം ചെയ്യലിന് വിളിപ്പിക്കാത്തതിൻ്റെ അടിസ്ഥാനത്തിൽ സിദ്ദിഖ് അങ്ങോട്ടേക്ക് ചോദ്യം ചെയ്യാൻ എത്താമെന്ന് സന്നദ്ധത അറിയിച്ചുകൊണ്ട് ഒരു ഇമെയിൽ അയക്കുകയായിരുന്നു. കൂടാതെ കഴിഞ്ഞ ദിവസമായിരുന്നു ഈ ഇടക്കാല ജാമ്യം അനുവദിച്ചതിന് ശേഷം പിന്നീട് സിദ്ദിഖ് എവിടെ പൊങ്ങുമെന്ന് നമ്മളെല്ലാവരും ഉറ്റുനോക്കുകയായിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ അഡ്വക്കേറ്റ് രാമൻപിള്ളയുടെ ഓഫീസിൽ നിന്നും സിദ്ദിഖ് പുറത്തേക്ക് ഇറങ്ങുന്നത് നമ്മളെല്ലാവരും കണ്ടതാണ്. ആവശ്യപ്പെട്ടുകൊണ്ട് സിദ്ദിഖിന് നോട്ടീസ് നൽകിയിട്ടുണ്ട് എന്നാണ് അഞ്ജലി ശ്രീജിത്ത് രാജ കൊച്ചിയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്. തിരുവനന്തപുരത്ത് വെച്ചായിരിക്കും വിവരശേഖരണം എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്.